കണ്ട വീഡിയോന്റെ ബാക്കിയാണ്. ചെറിയ നാത്തൂന്റെ വീട്ടിലാട്ടാ. അവരെ വീടിന്റെ ചുറ്റുഭാഗം പുഴയാണ്, മുരുക്കുമാടം അങ്ങനെയൊക്കെയുണ്ട് സ്ഥലത്തിന്. ഓ ശരിയല്ല ആള് എടി ഓനാള് ശരിയല്ലാന്ന്. ഏട്ടന് വരെ അധികം വെള്ളത്തിലിറങ്ങി കളിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പൊ അതിന്റെ പരാതി പറയാണ്, ഇനി വരുമ്പോ രോഷിമാമ ഇല്ലാതെ വാന്നൊക്കെ. ഇത് കണ്ടോ നിറയെ കാക്കയുണ്ട് കേട്ടോ. അതിന്റെ ശബ്ദം നിങ്ങൾക്ക് ഇപ്പൊ കേൾപ്പിച്ചുതരാം. ഇങ്ങനെ ഇടവിട്ട് കുറച്ച് വെള്ളമുള്ള കുളം പോലെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. നിറയെ കാക്കയാണ്. കാക്കയുടെ ഇതാണ് കേട്ടോ അവിടെ കാണുന്ന മുഴുവനും. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ ഈ ഒരു ചെറിയ പാലം ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കയറാൻ വേണ്ടി നിന്നപ്പോഴാണ് പിള്ളേര് ഈ ഞെന്തിനെ കണ്ടത്. കണ്ട് ഒരു മിനിറ്റ് മാറ്. നമ്മൾ ഓട്ടോക്കാരെ വിളിച്ചപ്പോൾ കടലിൽ നിർത്തി പാഞ്ഞ് ഉണ്ടാക്കല്ലേ. ഓട്ടോക്കാരനെ സ്വീപ്പാക്കാൻ തന്നെമാതിരി ഒരു ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഭാഗം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിർത്താനിട്ടാ. പിന്നെ പിള്ളേരൊക്കെ ഇറങ്ങി ഓടി. ഇതൊരു കടവ് പോലത്തെ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല വരാത്ത കാര്യം. ആളെ കൊണ്ടുപോകാന് പുഴ കണ്ടപ്പോ ഒന്നിങ്ങനെ. ഞാനും ഏട്ടത്തിയും പിള്ളേരും ഓട്ടോയിലും അമ്മയും ഏട്ടനും കൂടെ വണ്ടിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരവിടെ റേഷൻ കടയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. റേഷൻ കടയിൽ എൻ്റെ പേരിലുള്ള അരി കിട്ടലില്ല കേട്ടോ. മറ്റേ ആ മെഷീനിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് വെക്കുന്ന പരിപാടിയില്ലേ, അതിന് ഞാൻ പോകാത്ത കാരണം അപ്പോൾ ഇത്തവണ അമ്മ എന്നെ കൈയോടുകൂടി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അവിടെ എന്നുള്ള അരി ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു.